അടുത്തൊരു പ്രോബ്ലം നോക്കാം. നമുക്ക് ലോസ് ഓഫ് മോഷൻ 7 ആണ്. അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. അതായത് 2019 ഒരു പ്രോബ്ലമാണ്. എ ബ്രിക്ക് ഓഫ് മാസ് 2 kg, മാസ് തന്നിട്ടുണ്ട് 2 kg ആണെന്ന്. സ്ലൈസ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻ ഓഫ് ഹൈറ്റ് 5 meter ആൻഡ് ആംഗിൾ 30 degree. ഇഫ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 1/2√3. ദ വെലോസിറ്റി ഓഫ് ദ ബ്ലോക്ക് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഇൻക്ലൈൻ. അതാണ് ജി എന്ന് പറയുന്നത് 10 പറഞ്ഞിട്ടുണ്ട്, 10 m/s. അപ്പോൾ നമുക്കിതങ്ങ് വരയ്ക്കാം. ഇതും 30 degree തന്നെയാണ്. 30 degree ആംഗിളിലുള്ളൊരു സ്ലോപ്പുണ്ട്. അതിൻ്റെ ഹൈറ്റാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് കേട്ടോ, ഈ ഹൈറ്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 5 meters. ഓക്കെ, ആംഗിൾ 30 നമ്മൾ എഴുതി. ഇഫ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം μ ഈസ് ഈക്വൽ ടു 1/2√3. പിന്നെന്ത് തന്നിട്ടുണ്ട്? മാസ്, ഒരു ബ്രിക്ക് ഓഫ് മാസ് സ്ലൈസ് ഡൗൺ ആണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രിക്ക് 2 kg ഉള്ളൊരു ബ്രിക്ക് താഴേക്ക് സ്ലൈഡ് ചെയ്ത് വരുവാണ്. അപ്പം m ഈസ് ഈക്വൽ ടു 2 kg. ജി തന്നിട്ടുണ്ട് 10 m/s². ഇത്രയൊക്കെ തന്നിട്ടുള്ളൂ. കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ഓഫ് ദ ബ്ലോക്ക്, വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഏത് വെലോസിറ്റിയിലാണ് ഇത് താഴേക്ക് മൂവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വരയ്ക്കാം അല്ലേ. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൽ നമ്മൾ എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും? നേരെ ഇതിൻ്റെ വെയ്റ്റ് അല്ലേ, വെയ്റ്റ് ഈസ് ഡയറക്റ്റ്ലി ഹിയർ, ദാറ്റ് ഈസ് mg. അപ്പോൾ അതിൻ്റെ 2 കമ്പോണൻ്റ് ഉണ്ട്. ഒരു കമ്പോണൻ്റ് ഇങ്ങനെ പോകും, 1 കമ്പോണൻ്റ് ഇതിന് നോർമലായിട്ട് ഇല്ലേ. ദിസ് ഈസ് തീറ്റ. അപ്പോൾ ഇതെന്ത് വരും? ഇത് mg സൈൻ തീറ്റ ഇങ്ങനെയുള്ളത്. ദിസ് വൺ ഈസ് mg കോസ് തീറ്റ. ഇനി ഇതിനകത്ത് ഫ്രിക്ഷൻ പറയുന്നുണ്ടല്ലേ, ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ μ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ എങ്ങനെയായിരിക്കും? നോർമൽ, ഞാൻ റെഡിൽ മാർക്ക് ചെയ്യാം. ഫ്രിക്ഷൻ ഇതിന് നോർമലായിട്ട് ഇങ്ങനെയാണ് ഫ്രിക്ഷൻ വരുന്നത്. ദിസ് ഈസ് ഫ്രിക്ഷൻ. അപ്പം ഫ്രിക്ഷൻ നോർമൽ ഫോഴ്സ് അങ്ങനെയാണ്. ഫ്രിക്ഷൻ ഈസ് എഗെയിൻസ്റ്റ്, ഫ്രിക്ഷൻ എപ്പോഴും ഇതിന് എഗെയിൻസ്റ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് μ × n. ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ആദ്യം എഴുതാം. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? μ × n. അപ്പോൾ n എത്രയാണ് നമ്മുടെ? n ഈസ് ഈക്വൽ ടു n ഇതാണ്, അതായത് n നമ്മുടെ mg കോസ് തീറ്റയാണ് കേട്ടോ. n എന്ന് പറയുന്നത് mg കോസ് തീറ്റ. അതെങ്ങനെയാണ് വന്നെന്നറിയാമല്ലോ. n എന്ന് പറയുന്നത് എപ്പോഴും ഈ സർഫസിന് നോർമൽ ആയിരിക്കും. ആ നോർമൽ എന്ന് പറയുന്നത് ഈ വെയിറ്റ് സ്ട്രെയിറ്റ് ആണെങ്കിൽ താഴേക്ക് തന്നെയാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ തീറ്റ ആംഗിൾ ചെരിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇത് ഒരേ ലൈനിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് mg കോസ് തീറ്റയാണ് നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എഴുതാമല്ലോ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു μ × n ഈക്വൽ ടു μ × mg കോസ് തീറ്റ. μ × mg കോസ് തീറ്റ ഈക്വൽ ടു μ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 1/2√3. m എത്രയാണ് നമ്മുടെ? 2 kg. g 10 കോസ് 30. കോസ് 30 നമ്മൾ ഇനിയും വരയ്ക്കണ്ടല്ലോ. കോസ് 30 ഈസ് 1/√3 × 2 × 10 × 2/√3 അല്ലേ? നോ, √3/2 ആണ് കോസ് 30 എന്ന് പറയുന്നത്. അപ്പോൾ ഈ √3 ക്യാൻസൽ ചെയ്ത് പോകും, ഈ 2 ക്യാൻസൽ ചെയ്ത് പോകും. 10/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? 5 ന്യൂട്ടനാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടിയത്. ഇനി ഇപ്പോൾ എന്താ നമുക്കറിയേണ്ടത്? നമ്മുടെ ഇക്വേഷൻ എഴുതാം. ബൈ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഈസ് നെറ്റ് ഫോഴ്സ്. അപ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഈസ് ഈക്വൽ നെറ്റ് ഫോഴ്സ്. ഇവിടെ എന്താ വരുന്നത്? ആക്സലറേഷൻ എന്തായാലും ഈ ഡയറക്ഷനിലാണ് ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ്റെ ഉള്ളത് നമുക്ക് എന്തായിട്ട് എഴുതാം? ആക്സലറേഷനാണ് നമുക്ക് എ ആയിട്ട് തന്നെ എഴുതാം. അപ്പം നമുക്ക് ഇങ്ങോട്ട് വേറെ ഫോഴ്സൊന്നും ഇല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് വരുന്നതാണ്. ബ്രിക്ക് ഓഫ് മസ്റ്റ് സ്ലൈഡ് ഡൗൺ അറ്റ് എ ഹൈറ്റ് ആൻഡ് ഇഫ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മാത്രം നമുക്ക് തരാം. ഇവിടുന്ന് സ്ലൈഡ് ചെയ്ത് താഴേക്ക് വരും. അപ്പം നമുക്ക് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആകപ്പാടെ ഉള്ളത് ഈ ബോഡിയുടെ ഇവിടെ ഒരു ഫോഴ്സ് ഇല്ല. ആകപ്പാടെ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ ഇങ്ങനൊരു mg സൈൻ തീറ്റയുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്താ ഉള്ളത്? μ n. ദാറ്റ് ഈസ് μ n നമുക്ക് കിട്ടിയല്ലോ. എത്ര കിട്ടിയത്? ഫ്രിക്ഷണൽ ഫോഴ്സ് 5 N.
അപ്പോൾ അത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എം എ ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ മൈനസ് 5. എം എത്രയാണ്? 2 ഇൻറ്റു 10 ഇൻറ്റു സൈൻ തീറ്റ എത്രയാണ്? 1/2 മൈനസ് 5 ഈക്വൽ ടു 10 മൈനസ് 5 ഈസ് ഈക്വൽ ടു 5. എം എത്രയാണ് ഇവിടെ? 2a. സോ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ 5/2 ഈക്വൽ ടു 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ബട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നത് ആക്സലറേഷൻ അല്ല, വെലോസിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ഇക്വേഷൻ നമുക്ക് എടുക്കാം. ഇതൊന്ന് ഞാൻ വായിക്കുവാണ്. പഴയ ഇക്വേഷൻ നമ്മുടെ എന്താ ഉള്ളത്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as അല്ലേ? അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു? ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് ആ ഒരു വെലോസിറ്റിയിലാണ് താഴേക്ക് വരുന്നത്. താഴെ വന്നിട്ട് നിൽക്കുവാണ് 0 അറ്റ് ദ ബോട്ടം ഓഫ് ദി ഇൻക്ലൈൻഡ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഈസ് 0. ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് എത്രയാണ് കിട്ടിയത്? വെലോസിറ്റി ഓക്കെ യു സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു എ എത്രയാണ് നമുക്ക് കിട്ടിയത്? 2.5 ഇൻറ്റു എസ്. എസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസാണ്. ഇത്രയും ഡിസ്റ്റൻസ് അല്ലേ അത് ട്രാവൽ ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ വെലോസിറ്റി ഇല്ലാതെ അത് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഫൈനൽ വെലോസിറ്റി 0. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് നമുക്ക് 5 അറിയാം. നമ്മുടെ ആംഗിൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഇത് 30 ഡിഗ്രി ആണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇത് 1, നമ്മുടെ ആംഗിൾ അനുസരിച്ച് ഇത് √3, ഇത് 2 ആണല്ലോ. അപ്പോൾ ഈ 1ൻ്റെ കേസിൽ ഇവിടെ 5 വന്നു. അപ്പോൾ 1 ഇൻറ്റു 5 ആണ്. അത് 2 ഇൻറ്റു 5 ആയപ്പം ഇവിടെ 10 വന്നു. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 10. എസ് എങ്ങനെയാണ് 10 വന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് എടുത്താലും മതി. ഇത് 30 ഡിഗ്രിയാണ്, ഇത് 5 ആണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാം. സെയിം. അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെടുക്കാം? സൈൻ 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. ഹൈപ്പോട്ട്ന്യൂസ് ആണ് നമുക്ക് കാണേണ്ടത്. അതാണ് നമ്മുടെ എസ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 5 ബൈ സൈൻ 30 എന്ന് പറഞ്ഞാൽ 5 ബൈ സൈൻ 30 1/2 ആണ് ഈക്വൽ ടു 10 മീറ്റേഴ്സ്. എങ്ങനെ വേണമെങ്കിലും കാണാം. ദാറ്റ്സ് അപ് ടു യു. വളരെ സിമ്പിളാണ്. നമ്മൾ ഇത്ര നേരം പഠിച്ചതുകൊണ്ട് അത് കണ്ടുപിടിക്കുന്ന വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പം നമുക്കിത് എഴുതാം. യു സ്ക്വയർ അല്ലെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2.5 ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 10 കിട്ടി. ഇനി നമ്മൾ അതിനെ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ റൂട്ട് എടുക്കുവാണേ. അപ്പോൾ ഈക്വൽ ടു യു ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എത്ര കിട്ടും? 50 അല്ലേ? റൂട്ട് ഓഫ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആൻസർ ഇല്ല ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 7 49 അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് 50 എന്ന് പറഞ്ഞാൽ ഏകദേശം 7 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. എക്സാക്റ്റ് ആയിട്ട് റൂട്ട് 50 ഉണ്ടെങ്കിൽ എഴുതാം. അറിയാതെ 50 കൊണ്ട് മാർക്ക് ചെയ്ത് റൂട്ട് 50 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ ഇങ്ങനെ കണ്ടുപിടിക്കുക. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായാലും എപ്പോഴും നോർമൽ ടു ദി സർഫസ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആദ്യം എം ജി തന്നു. എം ജിയെ കോസ് തീറ്റ സൈൻ തീറ്റ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. രണ്ടും കൂടെ സ്പ്ലിറ്റ് അപ്പ് ആക്കി. എന്നിട്ട് എം ജി കോസ് തീറ്റ ആയിരിക്കും നമ്മുടെ നോർമൽ ഫോഴ്സ്. ഫ്രിക്ഷൻ തന്നിരിക്കുന്നതുകൊണ്ട് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ന്യൂ. ചിലപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഫ്രിക്ഷൻ തരും. അങ്ങനെയുള്ള കേസിൽ നോർമൽ എടുക്കേണ്ട, അങ്ങനെ തന്നെ എടുക്കാം. വെയിറ്റ് മാത്രം എടുക്കാം. വെയിറ്റ് എന്ന് പറയുന്നതിൻ്റെ കമ്പോണൻറ്റ് എം ജി സൈൻ തീറ്റ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ രണ്ട് ഡയറക്ഷൻ, വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാസ് ഇൻറ്റു ആക്സിലറേഷൻ, നമ്മുടെ എക്സ്റ്റേണൽ എന്തോ ഫോഴ്സില്ല, ഇതിങ്ങോട്ട് ആക്സിലറേഷൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് നെറ്റ് ഫോഴ്സിൽ എം ഇൻറ്റു എ വരും. എം ഇൻറ്റു എ ഇക്വൽ ടു എം ജി സൈൻ തീറ്റ. ഈ 5 എങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ, ഫ്രിക്ഷണൽ ഫോഴ്സ്. അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എ കിട്ടി. നമ്മുടെ പഴയ ഇക്വേഷനിൽ, ആക്സിലറേഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ വളരെ സിമ്പിളായി. കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും. ബട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എഴുതി വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന. കാരണം നിങ്ങൾക്ക് എപ്പോഴും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ √3 ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് 2020 ഒരു പ്രോബ്ലമാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഷിപ്പ് ഓഫ് മാസ്, ഷിപ്പിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ഒരു വലിയ ഷിപ്പ് ഉണ്ട്, അതിൻ്റെ മാസ് ഉണ്ട് 2 × 10⁻7 kg. അത് ഇനിഷ്യലി അത് അനങ്ങാണ്ടിരിക്കുമായിരുന്നു. അത് അതിനെ പിടിച്ച് വലിച്ചു. ഈസ് പുൾഡ് ബൈ എ ഫോഴ്സ്. എന്താ വലിക്കുമ്പോൾ കൊടുത്ത ഫോഴ്സ്? 5 × 10⁵ ന്യൂട്ടൺ ത്രൂ എ ഡിസ്റ്റൻസ്. 2 മീറ്റർ അതിനെ പിടിച്ചങ്ങ് വലിച്ചു. അസ്യൂമിങ് ദാറ്റ് ദ റെസിസ്റ്റൻസ് ഡ്യൂ ടു വാട്ടർ, വെള്ളത്തിൻ്റെ മേലെയല്ലേ കിടക്കുന്നത്, വെള്ളത്തിന് പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ഒന്നും ഇല്ല എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ ഷിപ്പിൻ്റെ സ്പീഡ് നമ്മൾ കണ്ടുപിടിക്കാം. ഇതൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇതൊരു വെള്ളമാണ്. വെള്ളത്തിൽ നമ്മുടെ ഒരു ഷിപ്പുണ്ട്. ഷിപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഷിപ്പ് ഇതിനെ പുള്ളി ചെയ്ത് വലിച്ച് അതിൻ്റെ പുതിയ ലൊക്കേഷൻ ഇവിടേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ ആ വെച്ചപ്പോൾ
എന്താണ് നമുക്ക് കിട്ടിയത്? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 2 meters. 2 meter ഇതിനെ വലിച്ചുകൊണ്ട് പോയി. അതിനെ എന്ത് ചെയ്തു? അതിൻ്റെ ഇനിഷ്യൽ മാസ്, അതിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 × 10⁻7. ദാറ്റ് ഈസ് മാസ്. മാസ് ഈസ് ഈക്വൽ ടു 2 × 10⁻7 kg. പിന്നെ അതാ തന്നേക്കുന്നത് ഈസ് പുൾഡ് ബൈ എ ഫോഴ്സ് തന്നിട്ടുണ്ട്. അത് വലിച്ച ഫോഴ്സ്, ഇതാണ് അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 × 10⁻5 Newton. വേറൊന്നും ഇതിനകത്തില്ല. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അന്നേരം ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് അങ്ങോട്ട് പോയി. ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പം നമ്മുടെ ആസ് പെർ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, നെറ്റ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ ഈസ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ, ഇതിൻ്റെ ആക്സലറേഷൻ ഡയറക്ഷൻ ഇത് തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഈസ് നെറ്റ് ഫോഴ്സ്. ഇവിടെ ഫോഴ്സ് എന്ന് പറയാൻ ഫ്രിക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ അപ്ലൈഡ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് F. അപ്പോൾ മാസ് എത്രയാണ് നമുക്ക് തന്നേക്കുന്നത്? 2 × 10⁻7 ഇൻറ്റു ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 5 × 10⁻5. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ 5 × 10⁻5 ഡിവൈഡഡ് ബൈ 2 × 10⁻7. അപ്പോൾ ഈ 5ഉം 2ഉം കൂടി ആകുമ്പോൾ 2.5 ഇൻറ്റു 10⁻5 - 7. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, -2 വരും അല്ലേ? ഇതാണ് നമ്മുടെ ആക്സലറേഷൻ. ഇത്രയും m/s². ഇനി പിന്നെ ഇവിടെ ചോദിച്ചേക്കുന്നത് സ്പീഡാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ പഴയ ഇക്വേഷൻ v² - u² = 2as. അപ്പോൾ v², ഫൈനൽ ഇനീഷ്യൽ നമ്മുടെ u എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. ഫൈനൽ v ആണ് കണ്ടുപിടിക്കേണ്ടത്. a നമുക്കറിയാം, s എന്ന് പറയുന്നത് ഈസ് 2 meters. a നമുക്ക് കിട്ടി എത്ര? 2.5 × 10⁻⁻2 ഇത്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 u v² ഇത് 0 അല്ലേ, ഈക്വൽ ടു 2 × a നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് 2.5 × 10⁻⁻2 ഇൻറ്റു s എത്ര കിട്ടിയത്? 2. ഓക്കെ. അപ്പോൾ v എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇട്ട് നോക്കാം. √2 × 2.5. ഇതിനെ ഞാൻ 100 ആക്കി എടുക്കാം. അപ്പോൾ എത്ര കിട്ടി? 100 √2 × 2 × 2.5. അപ്പോൾ 25 2 50 50 × 2 10/100 ഈക്വൽ ടു √1/10 എന്ന് പറഞ്ഞാൽ 1/√10. 1/√10 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 വരും അല്ലേ? അതിൻ്റെ ആൻസർ ഏകദേശം 0.3. അത് നോക്കിയാൽ മതി. 1/√10 ആണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതിനകത്ത് തെറ്റായതുകൊണ്ടാണ് ഞാൻ പിന്നെ ആൻസർ കീ എഴുതാത്തത്. ഇതാണ് കറക്റ്റായിട്ട് ആൻസർ. ഇത്രയും m/s. നിങ്ങൾ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എത്രയായിരിക്കും √10 വരുന്നത്? 339 അല്ലേ? ഏകദേശം 339. അപ്പോൾ ഏകദേശം ഒരു 1/3ൻ്റെ വാല്യൂ വരും. ദാറ്റ് ഈസ് 0.3 വരും. അപ്രോക്സിമേറ്റ്ലി 0.3 വരും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ അല്ലേ, ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നെറ്റ് ഫോഴ്സ് ഈസ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. അത് എപ്പോഴും നിങ്ങൾ ഓർക്കണം. ആ നെറ്റ് ഫോഴ്സ് ആക്സലറേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് പറയുന്നതെങ്കിൽ അത് വരത്തില്ല. വേറെ അപ്ലൈഡ് ഫോഴ്സും ഇല്ലെങ്കിലും അതും വരത്തില്ല. അപ്പോൾ ഈ രണ്ട് കേസിലല്ലാത്ത കേസിലല്ല ഈ നെറ്റ് ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ ഇത് ഇൻ കേസ് ഇത് ഈ ബോട്ടിന് ഈ വാട്ടറിന് എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ റെസിസ്റ്റൻസ് ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അത് F- ഇവിടെ നിന്ന് വന്നേനെ. ഇവിടെ അങ്ങനെ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് അതും വേണ്ട. വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നെറ്റ് ഫോഴ്സ് ആസ് പെർ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ma ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ റിസൾട്ടൻ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ്. ഓക്കെ, അത് എപ്പോഴും നിങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ, അത് നമ്മൾ ലാസ്റ്റ് പ്രോബ്ലംസ് നേരത്തെ ചെയ്തിരുന്നു, എന്നാലും എക്സാക്ട്ലി അതുമായിട്ട് നോക്കിയിട്ട് 2-3 പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് സമാധാനത്തോടെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറയാം. അതോ ഞാൻ വളരെ മെല്ലെയാണ് പോകുന്നതെങ്കിൽ അതും പറയാം. കുറേ എക്സ്പ്ലനേഷൻ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറയാം. ബിക്കോസ് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എന്നാലും നിങ്ങളുടെ ഒരു ലെവൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.